മാത്രമല്ല തെരച്ചിൽ പോയ സംഘവും വലിയ ടെൻഷനിലായിരുന്നു അങ്ങോട്ട് പോയത്. ഇപ്പോൾ പുലർച്ചെ ഒരു ട്രെക്കിംഗ് ഫീലാണ് അതുവഴി നടന്നു പോകുന്നത്. ആനയാണോ ആ വഴിയിൽ? അല്ല, മനുഷ്യരാണ്. എനിക്ക് തോന്നുന്നു അവർ തിരിച്ചു വരികയാണോ? ആ ദൃശ്യങ്ങളാണോ? ആനയല്ല അരുൺകുമാർ, നമ്മൾ കാത്തിരുന്ന ആളുകളാണ്. അതിൻ്റെ ആദ്യ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നാട്ടുകാർ ചേച്ചിയുടെ പേര് മായ ചേച്ചി. കൂട്ടത്തിൽ മായയാണ് ദൃശ്യങ്ങൾ കാണുന്നത്. മായ ചേച്ചിയാണ്. ചേച്ചി, എന്തായിരുന്നു അവസ്ഥ? എങ്ങനെയാണ് കുടുങ്ങിപ്പോയത്? ആന കണ്ട് പേടിച്ച് കയറിപ്പോയതാ. ആനനെ കണ്ട് മാറി നിന്നതാ ഞങ്ങള്. എന്നിട്ട് എവിടെയായിരുന്നു നിങ്ങൾ ഈ ഒരു രാത്രി നിന്നത്? ഞങ്ങളൊരു പാറയുടെ മേളിൽ കയറി ഇരുന്നു. നിങ്ങൾ ഈ പശുവിനെ തേടി പോയി 3 പേരും ആനയെ കണ്ട് 3 വഴിക്ക് ഓടുമായിരുന്നു. എന്താ സംഭവിച്ചത്? ഞങ്ങൾ ഒരുമിച്ചാ പോയത്. 3 പേരും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഈ രാത്രി കഴിച്ചു കൂട്ടിയത്. ഭക്ഷണമോ വെള്ളമോ ഒന്നും കരുതാതുള്ള പോക്കായിരുന്നില്ലേ? അതെ. എന്തായിരുന്നു അവസ്ഥ എന്നാന്ന് വെച്ചാൽ ഒരു അന്തരീക്ഷ ഇതായിരുന്നു. നമ്മൾ ആദ്യമായിട്ടല്ല അങ്ങനെ കാട്ടിച്ചെന്ന് പെടണത്. ഫോണിന്റെ റേഞ്ച് പകുതിക്ക് വെച്ച് നഷ്ടമായി അല്ലേ? നഷ്ടമായി. ഇപ്പോൾ മകൻ വന്നിട്ടാണോ, മകനോടി വന്നുള്ള തെരച്ചിലാണോ കണ്ടെത്തിയത്? അതെ. മകൻ ഈ കാട് അറിയുന്ന ആളായിരുന്നോ? അത്ര അറിവില്ല, എന്നാലും വന്നിട്ടുണ്ട്. പശുവൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അന്നേരം അത്ര അറിയില്ല. പിന്നെ ബാബു ചേട്ടൻ ഈ കാട്ടാനൊക്കെ ഉള്ള സാഹചര്യത്തിൽ രാത്രി എങ്ങനെയായിരുന്നു? നല്ല ടെൻഷനായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ കൊടുക്കുന്നത്? ആദ്യമായിട്ടാണ്. ഈ വീടിന്റെ ഭാഗങ്ങളിലേക്കൊക്കെ കാട്ടാന വന്ന് കണ്ടിട്ടുണ്ടോ? വീടിന്റെ അവിടെ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇങ്ങനെ ഒരു കുടുങ്ങൽ ആദ്യം? ആനേനെ അല്ല, ആനേനെ പേടി ഉണ്ടായിരുന്നു. എന്നാലും ആന ചുറ്റും നിന്നാണ് ഞങ്ങൾക്ക് ഇറങ്ങി പോരാൻ പറ്റാതിരുന്നത്. വീട്ടുകാർ വലിയ പേടിയിലും സങ്കടത്തിലും കരച്ചിലും ഒക്കെ ആയിരുന്നു. പിന്നെ നിങ്ങൾ ഓഫീസർമാരോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ചപ്പോഴാണ് കുറച്ച് ആശ്വാസമായത്. ഉദ്യോഗസ്ഥരെ കണ്ടപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? നന്ദിയുണ്ട് എല്ലാവരോടും. അല്ലാതെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ മാതിരി കഷ്ടപ്പെട്ടില്ലേ. രാവിലെ ആറപ്പുറത്താണ് ഇപ്പൊ രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടിയത്. മകൻ എവിടെയാണ്? പേരെങ്ങനെയാ? അരുൺകുമാർ മായയുടെ മകനാണ്. മകൻ അജയ് കൂടി പോയ ശേഷമാണ് ഈ തെരച്ചിൽ. തീർച്ചയായും അജയ് കൂടി പോയ ശേഷമാണ് അമ്മ ഉൾപ്പെടെയുള്ള സംഘത്തെ കണ്ടെത്തിയത്. അജയ് കാടറിയുന്ന ആളാണോ? അല്ല, ഞാൻ അത്യാവശ്യം പോകാറുണ്ട്. പിന്നെ നാട്ടുകാരുണ്ടായിരുന്നു, സാറുമാരൊക്കെ എല്ലാവരും തന്നെ കൂടെ ഉണ്ടായിരുന്നു. അവരും കൂടെ കൂടിയിട്ടാണ്. ബാക്കി 2 പേര് എവിടെ? പാറക്കുട്ടി. പേരെങ്ങനെയായിരുന്നു? ഡാർലി ചേച്ചി. എങ്ങനെ ചേച്ചി ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് പോയി കുടുങ്ങുന്നത്? ആണ്. ഈ കാട്ടാനെ കണ്ട് രാത്രി എങ്ങനെ അതിജീവിച്ചത്? എങ്ങനെ പേടിച്ചോ? പേടിയുണ്ടായിരുന്നു. ഞങ്ങള് വലിയൊരു പാറയുടെ മുകളിലാണ് കയറി. ഈ അറിയുന്ന സ്ഥലമായിരുന്നു? കാട്ടിനകത്തേക്ക് ഇങ്ങനെ കയറിയിട്ടുണ്ടോ മുമ്പ്? ഞങ്ങൾ കൂട്ടുകൂടി പോയിട്ടുണ്ട്. ഇത് ഈ സ്ഥലം ആദ്യമായിട്ട് പോയതാണ്. ഈ സ്ഥലത്തല്ലേ? ഈ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയ ശേഷം പേടിച്ചോ? ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യമൊക്കെ വന്നപ്പോൾ? ചെറുതായിട്ടൊന്ന് പേടിച്ചു. പിന്നെ ഇപ്പൊ രാവിലെ എങ്ങനെയാണ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയത്? ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പം കൂടെ ഉണ്ടായിരുന്ന ആക്കടെ മോനും ഒരു സാബു അവരുടെ കൂടെ അങ്ങോട്ട് കയറി വരുമായിരുന്നു.